ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വരാറുണ്ട്. ഒരുപാട് സമയങ്ങളിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാറുണ്ട്, കൺഫ്യൂഷൻ ആവാറുണ്ട്. നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് ശക്തി ലഭിക്കാൻ, എല്ലാ പ്രതിസന്ധികളെയും വലിയ ധൈര്യത്തോടെ അതിജീവിക്കാനും അതിനെ നേരിടാനും അതിനെ തോൽപ്പിക്കാനും ഒക്കെ നമുക്ക് ശക്തി നൽകുന്ന വളരെ അഭിഷേകം നിറഞ്ഞ ഒരു സങ്കീർത്തനം നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. 93-ാമത്തെ സങ്കീർത്തനം. തീർച്ചയായിട്ടും 91-ാം സങ്കീർത്തനം നിങ്ങൾക്കെല്ലാം കാണാപ്പാട് അറിയായിരിക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന 93-ാം സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിക്കണം. ആകെ ഒരു 5 വാക്യങ്ങളേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചാൽ പെട്ടെന്നൊന്ന് കാണാപ്പാടം പഠിക്കാൻ പറ്റും. എല്ലാ പ്രതിസന്ധികളുടെ മുമ്പിൽ, എല്ലാ സങ്കടങ്ങളുടെയും മുമ്പിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യവും നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു ശക്തിയെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട് ഈ സങ്കീർത്തനം. സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം, സങ്കീർത്തനം 93 അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു കാര്യം, ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടതാണ്. ഈ സിംഹാസനം നമുക്കറിയാലോ, അധികാരത്തിൻ്റെ ഒരു സൂചനയാണ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് നോക്കിയിരിക്കാം, നമ്മുടെ സങ്കടങ്ങളിലേക്ക് നമുക്ക് നോക്കിയിരിക്കാം. പക്ഷേ ആ സങ്കടങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ ഒരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ വീർപ്പ് മുട്ടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട വിശ്വാസവും ഉറപ്പും ഇതാണ്: എൻ്റെ കർത്താവിൻ്റെ സിംഹാസനം, എൻ്റെ കർത്താവിൻ്റെ അധികാരം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടതാണ്. ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഞാൻ കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അതിനു മുമ്പേ എൻ്റെ കർത്താവിൻ്റെ അധികാരം, എൻ്റെ കർത്താവിൻ്റെ സിംഹാസനം ഓൾറെഡി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അധികാരം എൻ്റെ ഈശോയ്ക്കാണ്. ഈ രോഗത്തിനോ, ഈ സങ്കടത്തിനോ, ഈ തോൽവിക്കോ, ഈ കണ്ണുനീരിനോ അല്ല. അധികാരം, അതോറിറ്റി ഈശോയ്ക്ക് തന്നെയാണ്. ആ ഒരു ബോധ്യം തന്നുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുക. 93-ന്റെ 2-ാമത്തെ വാക്യം. ഇനി 3-4 വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം പല ഡിഗ്രിയിലായിരിക്കും, പല ഗ്രാവിറ്റിയിലായിരിക്കും, പല ഗ്രേഡിലായിരിക്കും. ചെറുതായിട്ട് തുടങ്ങിയൊരു പ്രശ്നം പതുക്കെ അത് വലുതായി ഒരു പർവ്വത രൂപത്തിലായി കാണും. ഒരു ചെറിയ മഴത്തുള്ളി പോലെ വന്ന പ്രശ്നം ഇപ്പോൾ ഒരു തിരമാല പോലെ നിങ്ങളെ മുക്കിക്കളയാൻ ശ്രമിക്കുന്നുണ്ടാവും. 93-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു. എന്ന് വെച്ചാൽ ചുമ്മാ ചെറുതായിട്ട് തുടങ്ങിയൊരു പ്രശ്നമാണ്. ആ പ്രവാഹം ഉയരാൻ തുടങ്ങി, ആ ഉയർന്ന പ്രവാഹം ശബ്ദമുയർത്താൻ തുടങ്ങി, ആ പ്രവാഹം ആർത്തിരമ്പാൻ തുടങ്ങി. ചെറുതായി തുടങ്ങിയൊരു പ്രശ്നം, ചിലപ്പോൾ നിങ്ങളുടെ കടബാധ്യതയായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞു രോഗങ്ങളായിരിക്കാം, നിങ്ങൾക്കുണ്ടായ സങ്കടങ്ങളായിരിക്കാം. ചെറുതായിട്ട് തുടങ്ങി, അത് ശബ്ദമുയർത്തി, അത് ബഹളം ഉണ്ടാക്കി, അത് ആർത്തിരമ്പി നമ്മുടെ സമാധാനം മുഴുവൻ കെടുത്തിക്കളയുന്ന, നമ്മുടെ സന്തോഷവും നമ്മുടെ ശാന്തതയും എല്ലാം കെടുത്തിക്കളയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വളരെ വലുതാകാൻ തുടങ്ങി, രൂക്ഷമാകാൻ തുടങ്ങി. ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുകയായിരിക്കും. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമായിരിക്കും. സങ്കീർത്തകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: എന്നാൽ ഉയരുന്ന ഗർജനങ്ങളെക്കാൾ, ഉയരുന്ന ശബ്ദത്തെക്കാൾ, ഉയരുന്ന തിരമാലകളെക്കാൾ എൻ്റെ കർത്താവ് ശക്തനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം ഒന്ന് വായിച്ച് ഉള്ളിലോട്ട് നിറയണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ബഹളങ്ങളെക്കാൾ, ഗർജനങ്ങളെക്കാൾ നിങ്ങളുടെ കർത്താവ് ശക്തനാണ്, എൻ്റെ ദൈവം ശക്തനാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങളുടെ പ്രതിസന്ധികളെ നേരിടുക, നിങ്ങളുടെ സങ്കടങ്ങളെ നേരിടുക. നിങ്ങളുടെ കണ്ണുനീരുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം: ഈ കണ്ണുനീരിനെക്കാട്ടും, ഈ തോൽവിയെക്കാട്ടും, ഈ സങ്കടത്തെക്കാട്ടും, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെക്കാൾ എൻ്റെ ദൈവം ശക്തനാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകം, ഈ സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം മുഴുവൻ നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ, സർവശക്തനായ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.